ഹലോ, ഞാൻ എൻ്റെ പച്ചക്കറി വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് ഒരു പണിയും ചെയ്യാതെ ഇട്ടേക്കായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിന് പച്ചക്കറി കൃഷി തുടങ്ങാമെന്നും പറഞ്ഞ് മണ്ണൊരുക്കലിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിനകത്തൊന്നും കയറി ഒന്നും ചെയ്യാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പഴയ ചട്ടിയിലെ പുല്ലെല്ലാം പറിച്ച് കളഞ്ഞ് ഉണങ്ങിയതെല്ലാം വാരിയിട്ട് മാറ്റി അതിനെ ഒന്നും കൂടി റീപോർട്ട് ചെയ്യാൻ വേണ്ടി മണ്ണ് ഒരുക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എല്ലാം ഓരോന്നോരോന്നായിട്ട് ഈ നമ്മൾ ചെടി നടണേക്കാട്ടി ഇരട്ടിയാണ് അതിൽ പുല്ല് പിടിക്കുന്നത്. ആ പുല്ലാണെങ്കിൽ ഭയങ്കര ശക്തിയാണ് അതിൽ നിന്ന് ഒഴിച്ചെടുക്കാൻ. അപ്പോൾ ആ മണ്ണ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് അതിന് തൊട്ടപ്പുറത്ത് ഞാൻ പോട്ടി മിശ്രിതം തയ്യാറാക്കി ഇട്ടേക്കണേ. അത് ഞാൻ ആദ്യം കുറച്ച് മണ്ണ് റെഡിയാക്കി അതെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ അടുത്തത് എന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറേശ്ശെ ആയിട്ടാണ് മണ്ണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിലെല്ലാം റെഡിയാക്കിയെങ്കിലും ഞാൻ വീഡിയോ പിടിക്കാൻ മറന്നുപോയി. ഇത് ഈ ഉണങ്ങിയ അതിൽ കമ്പും ഇതുമെല്ലാം അപ്പം തന്നെ കത്തിച്ച് കുറേ ചെന്ന് കളയും. പച്ചപ്പുല്ലെല്ലാം കൂടി ഞാൻ എൻ്റെ കോഴിക്ക് കൊടുക്കും. അപ്പോൾ അവർ ആ പച്ചപ്പുല്ല് അത്രയും പച്ച ഇലകൾ ഇതെല്ലാം കോഴിക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. അത് കാരണം വേസ്റ്റുകളെല്ലാം എനിക്ക് അങ്ങനെ അങ്ങ് കുറേ മാറിക്കിട്ടും. മുട്ട ഞാൻ എടുത്തു കഴിഞ്ഞ് പിന്നെ പുല്ലിടാൻ ചെന്ന് നോക്കിയപ്പോൾ വീണ്ടും ഒരു മുട്ട കിടക്കുന്നു. ഇനി ഇത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് കുറച്ച് കൊമുത്ത് വെച്ചൊക്കെയാണ്. അതിനെ ഇനി നമ്മൾ കട്ട വാങ്ങിച്ചാണ് അതിനെ ഒന്ന് ഇതാക്കി വയ്ക്കണത്. കൊമുത്ത് വെച്ച് അതൊന്ന് ഇതാവുമ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഇത് ഈ ഒരു മണ്ണിപ്പോൾ എടുത്തിട്ടതിൽ കുമ്മായ ഇട്ട് നല്ല പോലെ ഇളക്കി വയ്ക്കും. കുമ്മായ ഇടുന്നതാണ് ഈ കാണിക്കുന്നത്. ഇത് കുമ്മായ ഇട്ട് വെച്ചേക്കണത്. ചകിരിച്ചോറ് അവിടെ കൊമുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മണ്ണ് എല്ലാം ഞാൻ റീപോർട്ട് ചെയ്ത് അടുത്ത് കോരം കണക്കാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി വീണ്ടും കാണിക്കാം.